ഇവിടെ രണ്ടുപേര് കാണാൻ വന്നേക്കും. ഇല്ല ഗ്യാഗോസിന്റെ ഫ്രണ്ടിൽ രണ്ടുപേരും നിൽക്കുന്നത്. കണ്ണാപ്പി ബോബോയുടെ 8 ലക്ഷത്തിന്റെ കാർ 8 കോടിക്ക് കൊടുത്ത് പറ്റിച്ചെന്ന്. എന്നിട്ടാണ് അവന്മാരെ കഴിഞ്ഞ ദിവസം വന്ന് ബീജിയം ഇട്ടത്. അത് വാങ്ങിയവരെനിക്ക് നോക്കട്ടെ എങ്ങനെയാണ് അതൊക്കെ? ഹലോ 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 ബ്രോ. ബ്രോ നമ്മള് മിനിഞ്ഞാന്ന് ഇവിടെ കണ്ണാപ്പി സെയിലിനുണ്ട് പറഞ്ഞപ്പോ ചാറ്റ് റേഡിയോയില് ഇട്ടപ്പോ ട്വിറ്ററിൽ ഇട്ടപ്പോ വന്നതാണ്. ഇപ്പൊ നമ്മള് ചെന്ന് പോർഷെ കോമറ്റ് വന്നിട്ട് പോർഷെ ആണെന്ന് പറഞ്ഞു. അത് സംഭവം അവന്മാര് പോർഷെ ആണ് പറഞ്ഞ്. എന്നിട്ട് നമ്മളപ്പോ കണ്ണാപ്പി പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിട്ട് 6 CR പറഞ്ഞായിരുന്നു വേറൊരാള്. അപ്പൊ അവര് പറഞ്ഞ 6 CR വേറൊരു ടീം എടുക്കാൻ പറഞ്ഞപ്പോ നമ്മളപ്പോ പെട്ടെന്ന് വേണ്ട ഞങ്ങൾ 8 CR ഞങ്ങൾ എടുക്കാന്നും പറഞ്ഞ് നമ്മള് കേറ്റി വിളിച്ചതായിരുന്നു ഏത് വണ്ടി കിട്ടാൻ വേണ്ടിട്ട്. എന്നിട്ട് നമ്മള് 8 കോടിയും കൊടുത്തിട്ട് നമ്മള് വണ്ടി നോക്കണേന്റെ ഉള്ളില് ബോബോയി നമ്മുടെ കൂട്ടുകാരന് പെട്ടെന്ന് വണ്ടി കൊടുത്തു. പിന്നെ പെട്ടെന്ന് രണ്ടുപേരും ഒറ്റ അപ്രത്യക്ഷമാവില്ല. പിന്നെ രണ്ടാളും കണ്ടിട്ടുമില്ല ഒന്നുമില്ല. അപ്പൊ വണ്ടി കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ആൾത്തിരക്കായിരുന്നു. അതിന്റെ ഇടയിൽ ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കണതിന്റെ ഇടയിൽ തന്നെ വണ്ടി പേരിക്കാക്കി മേടിച്ച വണ്ടി ഒരു എക്സൈറ്റ്മെന്റിൽ എടുത്തെങ്കിലും നോക്കൂലേ? അത് നമ്മളെ എക്സൈറ്റ്മെന്റിൽ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് ദൂരത്തിൽ നിന്ന് കാണാൻ പോർഷെ തന്നെ. അതെ സെയിം പോർഷെ. വണ്ടി ഒന്ന് എടുത്ത് കാണിക്കാവോടാ? വണ്ടി എടുത്തിട്ട് വരാം. കേറി നോക്കിയപ്പോ മനസ്സിലായോ പൂഷയാണെന്ന്. അതെ നമ്മള് ഇത്രയും പ്രതീക്ഷിണ്ടായിരുന്നില്ല. അവന്മാര് അല്ല ഞങ്ങളൊരു കുടുംബത്തിൽ പറഞ്ഞ ആളല്ലേന്ന് വിചാരിച്ചിട്ട് കുടുംബത്തിൽ പിറക്കാത്ത 2 ആയതുകൊണ്ടാണ് ഇപ്പൊ കുടുംബത്തിന് പുറത്താണ്. നമ്മളെ ഡ്രസ് പറ്റിക്കാൻ വേണ്ടി ആണോ? ഓ നമ്മള് കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് മനസ്സിലായി. പക്ഷെ ബ്രോ ഈ ബാധ്യത ടിവിയെ കേട്ടെടുക്കാൻ പറ്റത്തില്ല. കാരണം 2 ബാധ്യതകളായതുകൊണ്ടാണ് 2 എണ്ണത്തിന് ഞാൻ സസ്പെൻഷൻ കൊടുത്തിട്ടത്. അവര് തന്നെ സിറ്റിയിൽ വരുമ്പോ അവരുടെ അടുത്തു നിന്ന് തന്നെ നിങ്ങളെ പൈസ മേടിക്കണം. ഇത് ടിവി എന്തായാലും ഈ കടം വീട്ടത്തില്ല. പക്ഷെ ഞങ്ങൾ കാര്യം അവരോട് പറയാം, നിങ്ങൾ അവരുടെ തന്നെ മേടിക്കണം. സൂചിപ്പിച്ചാൽ മതി. നമ്മൾ അവരുടെ കംപ്ലൈന്റ് കൊടുക്കാം കേട്ടോ. കംപ്ലൈന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് നിങ്ങളായിട്ടൊന്ന് കണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്പീഡപ്പ് ആവുമെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവര് രണ്ടുപേരും ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. നമ്മളിപ്പോ എങ്ങനെ അവരുടെ ഇത് എന്തെങ്കിലും സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ മുഞ്ചിച്ച് അവന്മാര് വീണ്ടും നിങ്ങൾക്ക് ആ പൈസ കൊണ്ടുവരും. മനസ്സിലായില്ലേ? നമുക്ക് തന്നെ റിസ്ക് ആണ്. ഹലോ വണ്ടി എത്തി ഇതാണ് വണ്ടി. കാറ് 8 കോടിക്ക് വിറ്റിട്ട് കണ്ണാപ്പി ബോബും കൂടെ പറ്റിച്ച്. ഇറങ്ങാൻ പോവായിരുന്നു. ഇത് പോർഷയാണെന്ന് പറഞ്ഞു. അത് ഒരാൾക്കൊന്നും അല്ല കേട്ടോ, 2-3 എണ്ണം ഉണ്ടായിരുന്നു അവിടെ. ഇതുപോലെ 2-3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അവന്മാര് പെട്ടെന്ന് നമുക്ക് ഇതുകൊണ്ട്